ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് ഓണം വിശേഷങ്ങൾ? തിരുവോണമിങ് എത്താറായി. നിങ്ങളൊക്കെ വീട്ടിൽ ഡെയിലി പൂക്കളം ഇടാറുണ്ടോ? പണ്ടൊക്കെ നമ്മൾ തൊടിയിൽ നിന്ന് തന്നെ ഫ്ലവേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറെ കാലമായിട്ട് നമുക്ക് പൂക്കൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും എത്തിത്തുടങ്ങിയിട്ടോ. വെറൈറ്റി കളേഴ്സിൽ എല്ലാ പൂക്കളും അവൈലബിൾ ആണ്. മുടിയിൽ ചൂടാനുള്ള മുല്ലപ്പൂ പോലും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ കിട്ടുന്നുണ്ട്. ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുവേ. പക്ഷേ ഒറിജിനൽ മുല്ലപ്പൂവിന്റെ മണം അതൊന്നു വേറെ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയാമോ? നല്ല നാടൻ മോര് കാച്ചിയതാണേ. ഓണത്തിന് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോരുകറി നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഒരു മീഡിയം സൈസ് കുമ്പളങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കുമ്പളങ്ങയ്ക്ക് പകരമായിട്ട് പച്ച ഏത്തക്കായ അല്ലെങ്കിൽ വെള്ളരിക്ക എല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കുമ്പളങ്ങയുടെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് ഇതേപോലെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പ് ചെയ്തെടുത്ത കുമ്പളങ്ങ ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഒരു മൺചട്ടി ഞാൻ യൂസ് ചെയ്യുന്നു. ഇതിലോട്ട് ഒരു കാന്താരി മുളകാണ് മുറിച്ചത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓർഗാനിക് കരിവേപ്പില മൈക്രോവേവിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കിയതിനു ശേഷം ഫ്രീസറിൽ ഞാൻ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ കളർ കേട്ടോ. ഗ്രീൻ കളർ അങ്ങ് മാറിപ്പോയെങ്കിലും ഇപ്പോഴും ഇതിന് നല്ല ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ഇനി വേണ്ടത് കുമ്പളങ്ങ വേകാൻ ആവശ്യമായ വെള്ളമാണ്. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. കുമ്പളങ്ങയിൽ നല്ലതുപോലെ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, വെള്ളം ഒഴിച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പോട്ട് കവർ ചെയ്ത് നമുക്ക് കുമ്പളങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാമേ. കുമ്പളങ്ങ വേകുന്ന സമയത്തിന് നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കുഞ്ഞുള്ളി ചേർക്കാം. ഇത് അത്യാവശ്യം വലിയ ഉള്ളിയാണേ. 2 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതിന് നല്ല എരിവാണ് കേട്ടോ. പച്ചമുളകാണെങ്കിൽ യൂസ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തോളൂ. കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും അല്ലേ. ഒരു ചെറിയ സ്പൂൺ ജീരകം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്വല്പം വെള്ളം കൂടെ ആഡ് ചെയ്തതിനു ശേഷം ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കുക്കിങ്ങിൽ വലിയ പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ പറയുന്നത്. ഇതേപോലെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. വേവിക്കാൻ വെച്ചിരുന്ന കുമ്പളങ്ങ കുക്കായോ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. വെള്ളം കുറച്ചും കൂടെ വറ്റി വരാനുണ്ട് കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേ ഒരു ശകലം കൂടെ വേകാനുണ്ടേ. ഒരു സ്വല്പം കൂടെ സോഫ്റ്റ് ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെള്ളം കുറച്ചും കൂടെയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുമ്പളങ്ങ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്യണേ. മൺചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ടേ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതിലോട്ട് തൈര് ഒഴിച്ചു കഴിഞ്ഞാലേ പിന്നെ നമുക്ക് അധികം ഇട്ടങ്ങ് ബോയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തൈരങ്ങ് പിരിഞ്ഞു പോവേ. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇപ്പൊ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം പുളിയില്ലാത്ത നല്ല തിക്ക് കേടാണേ മോരുകറിക്ക് നല്ലത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും. ആ കേടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുതേ. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കേടും കൂടെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഒത്തിരി തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് പിരിഞ്ഞു പോവേ, അത് ശ്രദ്ധിക്കണം. 1 ലിറ്റർ കേടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. കേടിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റിയും കൂടി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ മോരുകറി നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. ഇല്ലെങ്കിൽ ഇതേപോലെ ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതാണെങ്കിലും കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഒരു സ്വല്പം കൂടെ തിക്കായിട്ട് വരും കേട്ടോ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാം. മിക്സിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവ് തോന്നി. അതും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. എൻ്റെ പാകത്തിന് ഞാൻ മോരുകറി തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരിയതായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. നോക്കിക്കേ, 1-2 കുമിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത് ഇത് അടച്ചു മാറ്റി വെക്കുവാണേ.
ഒരു സീസണിങ് പ്രിപ്പയർ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യണ്ടേ? അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചൂടാക്കണേ. തേങ്ങ അരച്ചിട്ടുള്ളതല്ലേ. 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് രണ്ടും മൂത്ത് കഴിയുമ്പോഴത്തേക്കും 1 ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഉണക്കമുളകും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കണേ. കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 3-4 കുഞ്ഞുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തതിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉള്ളി കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഒത്തിരി കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ മോര് കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. ഇതേപോലെ പാകത്തിന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും ടെംപ്റ്റിംഗ് ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ഈ സീസണിങ് നമുക്കിനി മോര് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ മുകളിൽ കടക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണേ. എന്നാലും നമുക്കിതൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും ഒരേപോലെ എത്തത്തുള്ളൂ. അങ്ങനെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത മോര് കറി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തില്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. തേങ്ങ അരയ്ക്കാതെയും നമുക്ക് ഈ മോര് കറി ചെയ്തെടുക്കാമേ. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.